നമുക്ക് ജാതിയില്ല മതമില്ല എന്ന സന്ദേശവുമായി CPIM-ഉം സാംസ്കാരിക സംഘടനകളും സംഘടിപ്പിച്ച നമ്മളൊന്ന് ഘോഷയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പി ജയരാജൻ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. എപ്പോഴായി ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ കേരളത്തിന്റെ തിരുവോരങ്ങൾ കണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനാരായണന്റെ ജയന്തി കേരളത്തിലെ ജനങ്ങൾ ആഘോഷിച്ചു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരും ആഘോഷിച്ചു. എന്തുകൊണ്ട്? ശ്രീനാരായണൻ ഈ കേരളത്തിന്റെ നവോത്ഥാനത്തെ മുന്നോട്ട് നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. ആ ശ്രീനാരായണന്റെ ജയന്തിയാണ് 30-കൾ മുതൽ കേരളത്തിന്റെ തെരുവോരങ്ങൾ കണ്ടത്. എന്നാൽ 70-കൾക്ക് ശേഷം RSS ഒരു തീരുമാനമെടുത്തു. അമ്പലത്തിനകത്തിരിക്കുന്ന ശ്രീകൃഷ്ണ പ്രതിഷ്ഠയെ ആരാധിച്ചാൽ മാത്രം പോരാ, കുട്ടികളെ ശ്രീകൃഷ്ണ വേഷം കെട്ടിച്ച് തെരുവിലിറക്കണം. അവിടെയാണ് ഈ നാട്ടിലെ മതനിരപേക്ഷവാദികൾ കൃത്യമായ ഒരു തിരിച്ചറിവ് നടത്തുന്നത്. ഇത് ഭക്തിയുടെ ഭാഗമല്ല, വിശ്വാസത്തിന്റെ ഭാഗമല്ല. ഇത് ഭക്തിഭ്രാന്തും അതുവഴി മതഭ്രാന്തും പ്രചരിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഇവിടെ RSSകാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ നബിദിന ഘോഷയാത്രയെ എതിർക്കുമോ? നബിദിന ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ആശാസ്യമല്ലാത്ത, സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നാൽ അതിനെ എതിർക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുമല്ലോ. ഇവിടെ പ്രശ്നം എന്താണ്? പ്രശ്നം കുട്ടികളെ ശ്രീകൃഷ്ണ വേഷം കെട്ടിച്ച് ഘോഷയാത്ര നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അവരുടെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയുടെ മുദ്രാവാക്യം വിത്ത് നടൂ എന്നാണ്. വിത്ത് നടണം. എന്താ സമൂഹത്തിൽ ഈ സംഘപരിവാരം വിതക്കുന്ന വിത്ത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള കാര്യമാണ്? നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണോ ഈ രാജ്യത്തിലെ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ തിരക്ക് നടക്കുന്നതിനിടയിൽ ഞങ്ങൾ വലിയ ഘോഷയാത്രകൾ നടത്തും. അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ എതിർക്കാൻ, അതിൻ്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ ഈ നാട്ടിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. അപ്പം അതിനിടയിലാണല്ലോ നമ്മുടെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം പോലിൽ ഒരു വീട്ടിനകത്ത് ബോംബ് സ്ഫോടനം. ബോംബ് ഉണ്ടാക്കുന്ന അവസരത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. എന്തിൻ്റെ വിത്താ ഉൽപ്പാദിപ്പിക്കുന്നത്? ഭക്തിയുടെ പേര് പറയുക, എന്നിട്ട് വിശ്വാസത്തിൻ്റെ പേര് പറയുക, എന്നിട്ട് ഈ നാട്ടിൽ ബോംബിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുക. ഈ സംസ്കാരമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അത് മതഭ്രാന്തിൻ്റെ സംസ്കാരമാണ്. ആ മതഭ്രാന്തിൻ്റെ സംസ്കാരത്തിന് പകരം നവോത്ഥാന നായകന്മാർ നമ്മെ എന്താണോ പഠിപ്പിച്ചത് അത് പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുക. ഇവിടെ ശ്രീനാരായണ ഗുരു നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയിട്ടുണ്ട് 1916. ഇപ്പൊ 2016 100 കൊല്ലം പിന്നിടുന്ന അവസരത്തിൽ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ തന്നെ പറഞ്ഞു, ഈ സന്ദേശം സമൂഹത്തിന് നൽകണം. മതഭ്രാന്തും ജാതിഭ്രാന്തും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ശ്രീനാരായണ ഗുരു ഈ സമൂഹത്തോട് പറഞ്ഞത്? അത് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം. എന്താ ശ്രീനാരായണ ഗുരു ആ വിളംബരത്തിൽ പറഞ്ഞത്? നിങ്ങൾക്കറിയാം, കേരളത്തില് ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രപ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചത് 1888. അതിനുശേഷം അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ചു. അദ്ദേഹം കണ്ണൂരിലും വന്നു. തലശ്ശേരിയിൽ ഒരു തിരുവങ്ങാട്ട് ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട്.
ആ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിന്നോക്ക ജാതിക്കാർക്ക് പ്രവേശനം അനുവദിക്കാത്ത സാഹചര്യത്തിൽ തലശ്ശേരിയിലെ പിന്നോക്ക ജാതിക്കാര് ശ്രീനാരായണ ഗുരുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ഒരു ക്ഷേത്രത്തിന് ശരിയിട്ടു. അതാണ് ജഗന്നാഥ ക്ഷേത്രം തലശ്ശേരി. കണ്ണൂരിൽ അവിടെ ശ്രീനാരായണ ഗുരു വന്നു. പിന്നോക്ക ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ച സാഹചര്യത്തിൽ അവിടെ അദ്ദേഹം സുന്ദരേശ്വര ക്ഷേത്രത്തിന് ശിലയിട്ടു. ആ ശ്രീനാരായണ ഗുരു 1916 ആവുമ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ നമുക്ക് ക്ഷേത്രങ്ങൾ മാത്രം പോരാ, വിദ്യാലയങ്ങൾ ഉണ്ടാവണം. വിദ്യാലയങ്ങൾ മാത്രം പോരാ, നമുക്ക് വ്യവസായങ്ങൾ ഉണ്ടാവണം. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്വന്തം കാലിൽ നിൽക്കണം, വളരണം. നമ്മൾ സംഘടിച്ച് ശക്തരാവണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം. അപ്പോൾ അനുക്രമമായിട്ടുള്ള വളർച്ചയിലൂടെ ശ്രീനാരായണ ഗുരു ഒരു മഹാസന്ദേശം സമൂഹത്തിന് നൽകി. കാരണം അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യാനാണ് അക്കാലത്തും പരിശ്രമം ഉണ്ടായത്. ശ്രീനാരായണ ഗുരു സങ്കുചിതമായിട്ടുള്ള ജാതിചിന്തയുടെയും മതചിന്തയുടെയും വക്താവാണ് എന്ന് പ്രചരിപ്പിക്കാൻ തയ്യാറായപ്പോൾ ആണ് അദ്ദേഹം ഈ മഹാസന്ദേശം നൽകിയത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവിൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്ക് ഇടവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരു 1916 പറയാണ്, നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലിലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഇതാ മഹാവിളംബരം. ജാതി മത സങ്കുചിതത്വത്തിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള മഹത്തായ സന്ദേശം അദ്ദേഹം നൽകി. അദ്ദേഹം സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമം ഇവിടെ പറഞ്ഞല്ലോ. നമ്മുടെ ശിഷ്യ പരമ്പരകൾ എന്ന് പറയുന്നത് ഈ താല്പര്യത്തോടുകൂടി ഈ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കണം ശിഷ്യ പരമ്പരകൾ. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ, ശ്രീനാരായണൻ ഈഴവന്റെ ഗുരുവാണ് അല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിൽ നായർ സമുദായത്തിൽ ജനിച്ചയാളും ഉണ്ടായിരുന്നു. അതാണ് ചരിത്രം. അപ്പോ കൃത്യമായൊരു സന്ദേശം സമൂഹത്തിന് നൽകിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് സങ്കുചിതമായിട്ടുള്ള താല്പര്യമുള്ളവർ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യ പരമ്പര ഇന്ന രൂപത്തിലാണ് ഞാൻ രൂപപ്പെടുത്തുന്നത് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആ ശിവഗിരി സന്യാസി മഠം കയ്യേൽക്കാനല്ലേ RSS പരിശ്രമിച്ചത്? അത് കൈയടക്കാൻ ശ്രമം. പിന്നെയോ SNDP യോഗം ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കെ അദ്ദേഹം പരമാധ്യക്ഷനായിട്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് SNDP യോഗം. ആ SNDP യോഗത്തെ ഇപ്പോ കള്ള് കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ്. ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുവിന്റെ ഈ മഹാസന്ദേശം ഇന്ന് വളരെ പ്രസക്തമായിട്ടൊരു സന്ദേശമാണ്. ആ സന്ദേശത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ വിളംബരത്തിന്റെ 100ാം വാർഷികം ആചരിക്കുന്ന വേളയിൽ സമൂഹത്തിൽ ജാതി മതഭ്രാന്തിനെതിരായിട്ട് ജനങ്ങളാകെ അണിനിരക്കണം. നമുക്ക് ജാതീയമായിട്ടുള്ള സ്വത്വബോധമുണ്ട്, മതപരമായ സ്വത്വബോധമുണ്ട്. പക്ഷേ ഈ സ്വത്വബോധത്തെ മറികടക്കുന്ന നിലക്കുള്ള വർഗബോധം, സാമൂഹ്യ ബോധം വളർന്നിട്ടുള്ള മണ്ണാണ് ഈ കേരളത്തിൻ്റെത്. അപ്പൊ അവിടെ ആ വർഗബോധത്തെയും സാമൂഹ്യ ബോധത്തെയും പ്രതിഫലിപ്പിക്കത്തക്ക നിലയിലുള്ള വിപുലമായിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആബാലവൃദ്ധം ജനങ്ങൾ പങ്കെടുത്തത്. നമ്മുടെ ബക്കളത്തെ ഈ നമ്മളൊന്ന് എന്നുള്ള പരിപാടി കാണാൻ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നത്തെ നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം നവോത്ഥാനത്തെ പിറകോട്ട് വലിക്കാൻ പുനരുത്ഥാന ശക്തികൾ നടത്തുന്ന പരിശ്രമത്തെ പരാജയപ്പെടുത്താൻ നമ്മൾ ഒന്നായിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഘോഷയാത്രയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിൽ ഞാനിവിടെ സംഘാടകരോട് ചോദിച്ചു, ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആരാണ്? അപ്പോൾ സംഘാടകന്മാർ പറഞ്ഞു 10 മാസം പ്രായമുള്ളൊരു കുട്ടി ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഫിദൽ എന്ന പേര്, മുണ്ടപ്പുറത്തെ ഫിദൽ, 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരിക്കുകയാണ്, നവോത്ഥാന ഘോഷയാത്രയിൽ. അതുമാത്രമല്ല, 85 വയസ്സായ കടമ്പേരിയിലെ നാരായണിയടുത്തി, അവരും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരിക്കുക. അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മഹത്തായ പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യത്തിൽ നന്മയുടെ അംശമുണ്ട്, തിന്മയുടെ അംശമുണ്ട്. അപ്പോൾ തിന്മയെ തിരസ്കരിക്കുക, നന്മയെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് അറിയപ്പെടുന്ന ആളാണ് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പേ ജനിച്ചയാളാണ് ചട്ടമ്പി സ്വാമികൾ. ആ ചട്ടമ്പി സ്വാമികളുടെ 100ാമത് ജയന്തി ദിനമാണ് ഇന്ന്, ഈ 24-ാം തീയതി. ആരാ ചട്ടമ്പി സ്വാമികൾ? ഇന്നിപ്പോൾ നമ്മുടെ ചില തെരുവീഥികളിലൊക്കെ കാണുന്ന ബോർഡുകളുണ്ടല്ലോ, വേദങ്ങൾ പഠിക്കണം അല്ലേ, വേദ പഠന മനന സത്രങ്ങൾ. ഈ വർഗീയ ശക്തികൾ വേദങ്ങളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ എന്താ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്? ചട്ടമ്പി സ്വാമികൾ ജീവിച്ച കാലത്ത് ജാതി വ്യത്യാസത്തെ ന്യായീകരിക്കാൻ വേദങ്ങളെ പിടിച്ചാണ് ഇട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വേദാധികാര നിരൂപണം എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ വേദങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നതിന് ഇത് ദൈവം ഉണ്ടാക്കിയതാണ് എന്നതിന് വല്ല തെളിവുണ്ടോ? അതിന് പ്രാമാണികതയില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് ചട്ടമ്പി സ്വാമി. അക്കാലത്ത് ജാതീയമായിട്ടുള്ള അടിച്ചമർത്തൽ, ഞാൻ പറഞ്ഞല്ലോ, പൊതുവഴിയിലൂടെ നടന്നു പോകാത്ത, അനുവാദമില്ലാത്ത ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പൂണൂലിട്ട ആഢ്യബ്രാഹ്മണന്റെ ഹോയ് ഹോയ് വിളി കേൾക്കുമ്പോൾ ഓടി ദൂരെ മാറിപ്പോയിക്കൊള്ളാൻ നിർബന്ധിതമാകുന്ന സാമൂഹ്യ സാഹചര്യം. ചട്ടമ്പി സ്വാമി ദിനാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ സംഘടിപ്പിച്ച നമ്മളൊന്ന് ഘോഷയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പി ജയരാജൻ സംസാരിക്കുകയാണ്. തത്സമയം ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ, ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ അനുവദിക്കയില്ലെങ്കിൽ ഞങ്ങളെ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ല് നിങ്ങൾ ആഹരിക്കണ്ട. കർഷക തൊഴിലാളികൾ പണിയെടുക്കില്ല. കർഷക തൊഴിലാളികൾ പാടത്ത് പണിയെടുക്കാതിരുന്നാൽ എങ്ങനെയാണ് നെല്ല് വിളയുക? എങ്ങനെയാണ് ആ നെല്ല് കുത്തി അരിയാക്കിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക? അതുകൊണ്ട് ഞങ്ങൾ പണി മുടക്കും. അങ്ങനെയാണ് കേരളത്തിന്റെ നവോത്ഥാനത്തെ മുന്നോട്ട് നയിച്ചത്. ഇന്നിപ്പോൾ 2016 ശ്രീനാരായണ ഗുരുവിന്റെ വിളംബരത്തിന്റെ 100 വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും അവരെല്ലാം തന്നെ കാലഗതി പ്രാപിച്ച് വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ ഇന്ന് അവരുയർത്തിയിട്ടുള്ള മഹത്തായ നവോത്ഥാന സന്ദേശങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ നവോത്ഥാന സന്ദേശങ്ങളെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മതഭ്രാന്ത് പടർത്താൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. ആ ജാഗ്രതയുടെ പ്രതിഫലനമാണ് ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ത് നല്ല പ്രവർത്തനം നടത്തിയാലും ചിലർ അതിനെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. ഈ ഘോഷയാത്ര തുടങ്ങിയത് കടമ്പേരിയിൽ നിന്നാണ്. അപ്പോൾ കടമ്പേരിയിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ
നമ്മുടെ ഒരു ദൃശ്യമാധ്യമം ഒരു സ്ക്രോൾ ചെയ്ത വാർത്ത കൊടുക്കുക. എന്താ വാർത്ത എന്നറിയോ? ഘോഷയാത്രയിൽ കൃഷ്ണനും ബലരാമനും. ഇതാണ് തൃച്ചംബരത്തെ ക്ഷേത്രത്തിലെ ബലരാമനും കൃഷ്ണനുമാണ്. ഇങ്ങനെയാ പ്രചരണം. തൃച്ചംബരത്തെ ബലരാമനും കൃഷ്ണനൊന്നും ഇവിടെയില്ല ഘോഷയാത്രയിൽ. ഇവിടെ ഘോഷയാത്രയിൽ തിടമ്പ് നൃത്തം നടത്തിയതാരാ? ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷക്കാലത്തിലേറെയായി തിടമ്പ് നൃത്ത കലാകാരന്മാരായിട്ടുള്ള കൂനൂരിലെ ബാലകൃഷ്ണനും മണിയമ്പാറയിലെ രമേശനും, അല്ലേ? മണിയമ്പാറ രമേശനും കൂനൂരിലെ ബാലകൃഷ്ണനും ആ തിടമ്പ് നൃത്തം നടത്തിയത്. അപ്പോൾ ഒരു മാധ്യമം ഇങ്ങനെ വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ, ദുർവ്യാഖ്യാനം നടത്താനുള്ള ശ്രമമുണ്ട്. അത് ജനങ്ങൾ കരുതിയിരിക്കണം. ഇവിടെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകൾ, ജനാധിപത്യവാദികളായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ മതപരമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കാൻ, മതഭ്രാന്ത് പടർത്താൻ, നാടിന്റെ സമാധാനം തകർക്കാൻ, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് യോജിക്കാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ചില മതഭ്രാന്ത ശക്തികൾ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് മഹത്തായ ഒരു സന്ദേശം കൊടുക്കണം. ഇതാണ് ശരിയായിട്ടുള്ള വഴി. നമ്മുടെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഉത്തമമായ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള വഴി ഇതാണ്. ആ വഴി കാട്ടിക്കൊടുക്കുമ്പോൾ ചിലർ വഴി തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും വഴിതെറ്റില്ല. നമ്മൾ ശരിയായ വഴിയിലേക്കാണ് പോവുക. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ മതേതര ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയാണോ നടത്തുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയൊന്നും നടത്തുന്നില്ല. ശ്രീകൃഷ്ണ ജയന്തിയിൽ വിശ്വാസമുള്ളവർ അവരമ്പലത്തിൽ പോകും, ക്ഷേത്രത്തിൽ പോകും. ഇന്ന് കാലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക പൂജയുണ്ട്. വിശ്വാസികൾ അവിടെ പോകും. പക്ഷെ നമ്മുടെ തെരുവുകളിൽ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പേരിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം വഴിതെറ്റിക്കുന്ന പരിശ്രമത്തിനെതിരായിട്ടാണ് ഈ ഘോഷയാത്ര. മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനാണ്, നമ്മുടെ ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്താനാണ്.